എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മൾ നേരിൽ കണ്ടിട്ട് ഇതാ വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നു. ഇംഗ്ലീഷ് ഡെസ്ക്. എല്ലാവരും ഇംഗ്ലീഷ് ഡെസ്ക് എന്ന ചാനൽ കാണുകയും കേൾക്കുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നതോടൊപ്പം എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കൂടി ഫോളോ ചെയ്യണമെന്ന അഭ്യർത്ഥനയോടെ ഇന്ന് 5 വാക്കുകൾ മലയാളത്തിൽ എഴുതിയിട്ടിരിക്കുന്നു. അതിൻ്റെ ഇംഗ്ലീഷ് എങ്ങനെ എന്ന് നമുക്ക് നോക്കാം വരും. തൽക്കാലം എന്ന എങ്ങനെയാണ് ഈ വേർഡിനെ ഇംഗ്ലീഷിലേക്ക് മാറ്റുക? തൽക്കാലം ഞാനിവിടെ എഴുതാം. തൽക്കാലം എന്നത് at present. എന്താണ് at present? അതുപോലെ തന്നെ അടുത്ത വേർഡ് എന്താ? ആദ്യമായി. ആദ്യമായി എന്ന് പറയുമ്പോൾ at first എന്താണ്? at first ആദ്യമായി at first. മറ്റൊന്നെന്താ? ഇടയ്ക്കിടയ്ക്ക്. നമ്മൾ സാധാരണ പറയാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്ന് പറയാറുണ്ട്. എങ്ങനെയാണ് ആ വേർഡിനെ ഇംഗ്ലീഷിലേക്ക് പറയുക? ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പറയാവുന്നത് at first, at times. ഇതാണ് അതിന്റെ ഇംഗ്ലീഷ് വാക്ക്. രാത്രിയിൽ എന്ന് പറയാറുണ്ട്. നമ്മൾ പല തരത്തിലൊക്കെ അത് ഉപയോഗിക്കാറുണ്ട്. എങ്ങനെയാണ് രാത്രിയിൽ എന്ന ആ മലയാളം വേർഡിനെ ഇംഗ്ലീഷിലേക്ക് പറയുക? നോക്കാം. at night. ഇനി ഒരു വേർഡ് കൂടെ എടുത്ത പിന്നിൽ എന്നാണ്. ഞാനത് നിങ്ങൾക്കായി വർക്ക് തന്നാൽ നിങ്ങൾ ചെയ്യുമോ? അതോ ഞാൻ ബോർഡിൽ എഴുതിയിട്ടോ? ബോർഡിൽ എഴുതിയിടാം, അതായിരിക്കും ശരി അല്ലേ? എന്തായാലും എന്റെ ക്ലാസ്സിനെ എല്ലാവരും ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന സ്ഥിതിക്ക് ഞാൻ തന്നെ അത് എഴുതിയേക്കാം. പിന്നിൽ എന്നാണ്. പിന്നിൽ എന്നെഴുതുമ്പോൾ at the back of പിന്നിൽ എന്നാണ്. at the back of. മനസ്സിലായല്ലോ? അപ്പോ ഇതാണ് ഇവയുടെ ഇംഗ്ലീഷ് രൂപങ്ങൾ. തൽക്കാലം at present, ആദ്യമായി at first, ഇടയ്ക്കിടയ്ക്ക് at times, രാത്രിയിൽ at night, പിന്നിൽ at the back of. ഞാനൊരു മലയാള പദം കൂടി തരുന്നുണ്ട്. അതിലെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതിയിടുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും നോക്കാം. ആ പദം ഇതാണ്. പതിവ് പോലെ. എല്ലാവരും ഈ പദത്തിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ ക്ലാസ് കാണുകയും കേൾക്കുകയും ചെയ്യണം എന്ന അഭ്യർത്ഥനയോടെ നന്ദി.